സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഈ അസുഖം വന്നാൽ നിങ്ങൾക്ക് തലവേദനയാണെങ്കിൽ നിങ്ങൾക്ക് അത് മൈഗ്രെയിൻ ആയിരിക്കും, മൈഗ്രെയിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ഇങ്ങനെയാണ്. അപ്പം ശരിക്കും ഇങ്ങനെ മെഡിക്കൽ റിലേറ്റഡ് കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായി മീഡിയയോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സോ സംസാരിക്കരുത്. പുറത്ത് പല സ്ഥലത്തും ഇത് നടക്കത്തില്ല ഇതിൻ്റെ അത്. കാരണം നമ്മളൊരു കാര്യം പറഞ്ഞു, എനിക്കിപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് ENT റിലേറ്റഡ് ഒരു കാര്യം മാത്രമേ എനിക്ക് ആധികാരികമായി പറയാൻ പറ്റുള്ളൂ. അതർവൈസ് ഞാൻ എൻ്റെ സ്പെഷ്യാലിറ്റി നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഇതുപോലെ ഇരുന്ന് നമുക്ക് അങ്ങോട്ടേക്കോട്ടും പറയാം. അല്ലാതെ ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ ഒരു എൻറ്റേർലി എനിക്കറിയാൻ പാടില്ലാതെ ഞാനൊരു എയറോനോട്ടിക്കൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചിട്ട് ഞാൻ പറയുക, അല്ലെങ്കിൽ ആർമിയിൽ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചപ്പോൾ ഇന്ത്യ അങ്ങനെ ചെയ്യണമായിരുന്നു എന്നാലാണ് എനിക്കെന്താ അതിനെക്കുറിച്ചിട്ട് അറിയാവുന്നത്? ഞാൻ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയണോ? അത് എനിക്കറിയാവുന്ന സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കുന്ന സ്പെഷ്യാലിറ്റി ENT നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറയാം. ENTയെ കുറിച്ചിട്ട് അതിൻ്റെ അകത്ത് ആ അസുഖത്തെ കുറിച്ചിട്ട് ചോദിച്ചാൽ പറയാം. ഇനി ഒരു ECG കണ്ടിട്ട് പോലും എന്നെ സംബന്ധിച്ചോളൂ എനിക്ക് ബേസിക്കായിട്ട് ഓക്കെ ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ, കുഴപ്പമുണ്ട്, ഇല്ലാതാവാം, എന്നാലും ഒരു കാർഡിയോളജിസ്റ്റ് അത് കണ്ടെങ്കിൽ അത് കൺഫേംഡ് ആയിട്ട് പറയാനായിട്ട് പറ്റത്തുള്ളൂ, ഇല്ല എന്നുള്ളത്.